നമസ്കാരം. സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഏറ്റവും പുതിയ ലക്കത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തെങ്ങിൽ കയറാനും തേങ്ങയിടാനും ആളെ കിട്ടാത്തത് വലിയ സാമൂഹ്യ പ്രശ്നമായി മാറിയിരിക്കുന്നു. തെങ്ങുകയറ്റക്കാർ എന്ന വിഭാഗത്തെ മഷിയിട്ട് നോക്കിയാൽ പോലും കാണാൻ കിട്ടുന്നില്ല. തെങ്ങുകയറ്റക്കാരെ കിട്ടാത്തതും മറ്റു പ്രതിസന്ധികളും കാരണം കേര കർഷകർ മറ്റു വിളകൾ പരീക്ഷിച്ചു തുടങ്ങിയിരിക്കുന്നു. കേരള നാട്ടിൽ നിന്നും കൽപ്പവൃക്ഷം വേരറ്റു പോകുകയാണോ? സ്പെഷ്യൽ കറസ്പോണ്ടന്റ് അന്വേഷിക്കുന്നു. കേരവൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞ പ്രദേശമായതുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തിന് കേരളം എന്ന പേരു കിട്ടിയതെന്നാണ് വിശ്വാസം. സംസ്ഥാനത്ത് 2010-2011 വർഷത്തെ കണക്കുപ്രകാരം 7,70,000 ഹെക്ടറിൽ തെങ്ങ് കൃഷിയുണ്ട്. ഏകദേശം 14,68,00,000 തെങ്ങുകളാണ് സംസ്ഥാനത്തുള്ളത്. കൃഷിവകുപ്പ് നൽകുന്ന കണക്കുപ്രകാരം 80% കൃഷിയിടങ്ങളിലും പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിൽ കണ്ടുവരുന്ന തരത്തിലുള്ള തെങ്ങുകളാണുള്ളത്. ബാക്കി 20%-ൽ ഏകദേശം 2% തെങ്ങുകൾ സങ്കര ഇനത്തിൽപ്പെട്ടവയും അവശേഷിക്കുന്ന 18% തെങ്ങുകൾ കുറയ ഇനങ്ങളിൽ ഉൾപ്പെടെ മറ്റിനം തെങ്ങുകളുമാണ്. സംസ്ഥാനത്തെ കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും അധികം തെങ്ങു കൃഷിയുള്ളത്. 1.21 ലക്ഷം ഹെക്ടർ സ്ഥലത്ത് ഇവിടെ തെങ്ങു കൃഷി പുരോഗമിക്കുന്നു. ഏറ്റവും കുറവ് കൽപ്പവൃക്ഷങ്ങളുള്ളത് വയനാട്, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ്. ഉള്ള സ്ഥലത്ത് ഒരു തെങ്ങിൻ തൈയെങ്കിലും നടുക എന്നതായിരുന്നു മലയാളിയുടെ ശീലം. ഒരു തെങ്ങു മുറിക്കുമ്പോൾ തൈത്തെങ്ങുകൾ വെച്ചുപിടിപ്പിച്ച് മലയാളി കേരള നാടിന്റെ പെരുമ കാത്തുപോന്നു. എന്നാൽ ഇന്ന് മലയാളിയുടെ ഏറ്റവും വലിയ ടെൻഷനും തെങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതു നിമിഷവും തലയിൽ വീഴാവുന്ന ഉണങ്ങിയ തേങ്ങാക്കുലകളാണ് ഭീതിയുടെ പ്രധാന കാരണം. നമുക്ക് കുറച്ച് തെങ്ങൂടെ ഉണ്ട്. അപ്പോൾ അത് അടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്ര തീരെ വിളിച്ചാലും വരില്ല. പിന്നെ നമ്മൾ ചെന്ന് വിളിച്ചെടുത്തോണ്ടാണ് വരുന്നത്. അത് കൂരേരെ പുറത്തൊക്കെ വീഴുന്നു, നമുക്ക് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2-3 മാസമായാലും തേങ്ങ ഇടിക്കാൻ ആളെ കിട്ടാറില്ല. വീട്ടിൽ ചെന്ന് പറഞ്ഞാലും വരത്തില്ല, ഫോൺ ചെയ്താലും വരത്തില്ല. 3-4 പ്രാവശ്യം ഫോൺ ചെയ്ത് പിന്നെ എന്തെങ്കിലും ഒരു ദിവസം വന്ന് തേങ്ങ ഇടിക്കുക. അപ്പോൾ ആ ഉള്ള തേങ്ങയുടെ അതിൻ്റെ ഇരട്ടിക്ക് പൈസയാവും, നമുക്ക് നഷ്ടമാവും. വീണ് കുട്ടികൾക്ക് വെളിയിലിറങ്ങാൻ പറ്റൂല. അങ്ങനെയൊക്കെയുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. തേങ്ങകൾ ഉണങ്ങി ഏതു നിമിഷവും ഉതിർന്നു വീഴുമെന്ന അവസ്ഥയായതോടെ ഓടിക്കളിക്കേണ്ട മുറ്റം പോലും കുട്ടികൾ കന്യമായി. 2-3 മാസമായിട്ട് തേങ്ങ വെട്ടാൻ ആളെ കിട്ടാറില്ല. കുട്ടികൾ മുറ്റത്ത് നിന്ന് കളിക്കുമ്പോഴൊക്കെ പേടിയാണ്, തേങ്ങ വീഴുമെന്ന്. മുറ്റത്ത് നിന്ന് അലക്കാൻ നിവർത്തിയില്ല. അപ്പോഴും പേടിയാണ്. അടുത്ത് കല്ലുണ്ട് അലക്കാനുള്ള. അപ്പോഴിപ്പോൾ അലക്കിയിട്ട് തന്നെ പുറത്തലക്കിയിട്ട് കുറേ ദിവസങ്ങളായി. പേടിച്ചിട്ടാണ്. തേങ്ങ എപ്പോഴാണ് താഴെ വീഴുമെന്ന് അറിയില്ല. അങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പുരയിടങ്ങളിലായാലും ഇപ്പോൾ തേങ്ങ പറിക്കാൻ ഒരു ദിവസമില്ല. 3 മാസം 4 മാസത്തോളം ആയി തേങ്ങ കിട്ടിയിട്ട്. ഇപ്പോൾ പുറത്തുനിന്ന് തേങ്ങ വാങ്ങിച്ച് കറി വെക്കേണ്ട അവസ്ഥയിലാണിപ്പോൾ. തെങ്ങുകയറ്റക്കാരാണ് നാട്ടിലിപ്പോൾ ഏറ്റവും ഡിമാൻഡുള്ള തൊഴിലാളി. ആഴ്ചകളോളം കാത്തിരുന്നാൽ മാത്രമാണ് തെങ്ങുകയറ്റക്കാരൻ വീട്ടിലെത്തുക. കാറും ഓട്ടോറിക്ഷയും ഒക്കെയായി ദൂരദേശങ്ങളിൽ പോയി ഇവരെ കയ്യോടെ പിടികൂടിയാണ് പലരും തേങ്ങ ഇടിയിക്കുന്നത്. തെങ്ങുകയറ്റക്കാരെ അന്വേഷിച്ച് അതിരാവിലെ തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങുന്നവരാണ് മിക്കവരും. ഗ്രാമപ്രദേശത്തെ എവിടെയെങ്കിലുമുള്ള തെങ്ങുകയറ്റക്കാരനെ തിരക്കി കാറും ഓട്ടോയും പിടിച്ച് പോകുന്നവരുണ്ട്. കിട്ടിയാൽ കയ്യോടെ കൊണ്ടുവന്ന് തേങ്ങ ഇടിക്കാനാണ് വാഹനവുമായി പോകുന്നത്. നാളെ വരാമെന്ന ഉറപ്പു നൽകുന്ന തെങ്ങുകയറ്റക്കാരൻ 2 മാസമായാലും വരില്ല. 2-3 ആഴ്ചയായാണ് ആൾക്കാർ വരുന്നത്. വിളിച്ചാലും വരാൻ മടിയാണ്. എന്നിരുന്നാലും ചെന്ന് വിളിച്ചാലേ വരുള്ളൂ. അത് മലമോളിൽ നിന്നാണ് ആൾ വരുന്നത്. നമ്മൾ ഒരു മൂട് തെങ്ങിന് 25 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. വിളിച്ചാലും ഒരു കാരണവശാലും വരില്ല. ചെന്ന് എടുത്തുകൊണ്ട് വരും പോലെയാണ് കൊണ്ടുവരുന്നത്. നമ്മൾ വില കൊടുത്ത് പുരയിടം ഉണ്ടായിട്ട് പോലും ഇപ്പോൾ കാശ് കൊടുത്ത് തേങ്ങ വാങ്ങിച്ച് അരയ്ക്കേണ്ട അവസ്ഥയാണ്. മുൻപ് 100 തെങ്ങ് കയറിയാൽ തെങ്ങുകയറ്റക്കാരന് കൂലി 5 തേങ്ങയായിരുന്നു. ഈ തേങ്ങ വിറ്റായിരുന്നു അവർ കുടുംബം പുലർത്തിയിരുന്നത്. കാലക്രമേണ കൂലി പരിഷ്കരിച്ചു. തെങ്ങൊന്നിന് 25 രൂപയാണ് നാട്ടിൻപുറങ്ങളിലെ കൂലി.
നഗരത്തിൽ ഇത് 50 മുതൽ 70 രൂപ വരെയായി. ഇപ്പോൾ എത്ര കൂലി നൽകിയാലും ആളെ കിട്ടാത്ത അവസ്ഥയായി. ഉണക്കത്തേങ്ങകൾ തലയ്ക്കുമേലെ ഭീഷണിയായതോടെ ആളുകൾ തെങ്ങുകൾ മുറിച്ചു മാറ്റാൻ തുടങ്ങി. പണ്ടായിരുന്നെങ്കിൽ ഓടുമേയുന്ന വീടുകൾക്ക് കഴുക്കോലിന് തെങ്ങിന്റെ തടി ഉപയോഗിക്കുമായിരുന്നു. ഓടിട്ട വീടുകൾ വിസ്മൃതിയിലാണ്ടതോടെ തെങ്ങുമുറിക്കാരന് കൊടുത്ത കാശുപോലും മുതലാവാതെ വെട്ടിമാറ്റിയ തെങ്ങുകൾ ഉപയോഗശൂന്യമായി കിടക്കുന്നു. കേര കർഷകരാവട്ടെ തേങ്ങയുടെ വിലത്തകർച്ചയും മറ്റു പ്രതിസന്ധികളും മറികടക്കാനാവാതെ മറ്റ് കൃഷിവിളകൾ പരീക്ഷിക്കുന്നു. കേരളത്തിൽ ഈഴവ വിഭാഗത്തിൽപ്പെട്ട തണ്ടാർ സമുദായക്കാരാണ് തേങ്ങയിടൽ കുലത്തൊഴിലായി സ്വീകരിച്ചിരുന്നത്. ഇവരുടെ യുവതലമുറ മികച്ച വിദ്യാഭ്യാസം നേടുകയും ഉന്നത ജോലികൾ കരസ്ഥമാക്കുകയും ചെയ്തതോടെയാണ് നാട്ടിൽ തേങ്ങയിടാൻ ആളെ കിട്ടാത്ത അവസ്ഥയുണ്ടായത്. വടക്കൻ കേരളത്തിൽ തീയ സമുദായക്കാരും തെക്കൻ കേരളത്തിൽ തണ്ടാർ സമുദായക്കാരും തെങ്ങുകയറ്റ ജോലി ചെയ്തു പോന്നിരുന്നു. ഇവരുടെ യുവതലമുറ ഈ ജോലിയോട് വിമുഖത കാട്ടുന്നു. ഞങ്ങൾ തേങ്ങ വെട്ടാൻ പോകുന്ന കാലത്ത് 105 തേങ്ങ കിട്ടും. 100 തേങ്ങയ്ക്ക് 5 തേങ്ങ കിട്ടും. കൂലി പൈസയൊന്നുമില്ല. 5 തേങ്ങയാണ് കിട്ടുന്നത്. ഈ 5 തേങ്ങ എത്ര തേങ്ങ കൊണ്ടോ അതിൽ 200 തേങ്ങ ഉണ്ടെങ്കിൽ അതിൽ 10 തേങ്ങ കിട്ടും. ഇപ്പം നല്ല കൂലിയാണ്. നമുക്ക് കഴിവില്ലല്ലോ, ആളില്ല. നമുക്ക് ചെയ്യാൻ കഴിവുമില്ല, എനിക്ക് ചെയ്യാൻ കഴിവുമില്ല. ഞാൻ തെങ്ങിൽ നിന്നൊക്കെ വീഴുന്നിട്ടുണ്ട്. എനിക്ക് ആ സമയം നട്ടല് വേദനയും വേണ്ട ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളാണ്. അതല്ലേ ഞാൻ പറയാൻ കാരണം, ഇതിൽ പെട്ടവരാരും ഞങ്ങളുടെ സമുദായത്തിൽ പെട്ടവരാരും ഈ തൊഴിലിനും മുപ്പിക്കാലങ്ങൾ പോണില്ല. എൻ്റെ മകൻ ഇപ്പം മരപ്പണിയാണ്.